السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله عليه توكلت وإليه أنيب. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കുവാനും നബിതങ്ങളെ അടുത്തറിഞ്ഞ് സ്നേഹിച്ച് പിൻപറ്റി അള്ളാഹുവിന്റെ പൊരുത്തം അതിലൂടെ സമ്പാദിക്കുവാനും എനിക്കും നിങ്ങൾക്കും നാമുമായി നന്മയിൽ ബന്ധപ്പെട്ടവർക്കും നമ്മോടൊപ്പം പുണ്യയാത്രകളിൽ സഹകാരികളായി ഉണ്ടായിരുന്നവർക്കും നമ്മെ സ്നേഹിക്കുന്നവർക്കും നാം സ്നേഹിക്കുന്നവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ദിനം ഒരു നന്മ 136-ാമത്തെ എപ്പിസോഡ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നടത്തുന്ന തുടർ പ്രസംഗത്തിന്റെ 20-ാം ഭാഗം. ഇന്നത്തെ വിഷയം നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങൾ എന്നുള്ളതാണ്. അത് പറയാനും കേൾക്കാനും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാനും അല്ലാഹു തൗഫീഖ് തരുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആകെ 7 മക്കളാണുള്ളത്. 3 ആൺമക്കളും 4 പെൺമക്കളും. അതിൽ ഒരു മകൻ ഒഴികെ ബാക്കി എല്ലാ മക്കളും ആദ്യ ഭാര്യ ബീബി ഖദീജ റളിയല്ലാഹു അൻഹായിൽ നിന്ന് തന്നെ ഉള്ളതാണ്. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 25 വയസ്സ് പ്രായത്തിൽ 40 വയസ്സുള്ള ഖദീജ ബീബിയെ വിവാഹം കഴിച്ചു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ആദ്യമായി ഒരു കൺമണി നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജനിച്ചു. ഖാസിം എന്നാണ് ആ പൊന്നുമോന്റെ പേര്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജിബ്രീൽ അടക്കമുള്ള മലക്കുകളും സ്വഹാബത്തുകളും പലപ്പോഴും സംബോധന ചെയ്തതിൽ അബുൽ ഖാസിം, ഖാസിമിന്റെ പിതാവ്, ചരിത്രത്തിന്റെ രേഖകളിലൂടെ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. ഖാസിം എന്ന പൊന്നുമോൻ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടാകുമ്പോൾ ഖദീജ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദമ്പതികൾക്ക് വലിയ സന്തോഷമുണ്ടായി. ഖുറൈശി പ്രമുഖന്മാരൊക്കെ വലിയ ആഹ്ലാദത്തിലായിരുന്നു, സന്തോഷത്തിലായിരുന്നു. പക്ഷെ ആ സന്തോഷം അധികം നാള് നീണ്ടു നിന്നില്ല. 2 കാലിൽ നടക്കാൻ പ്രായമെത്തിയപ്പോഴേക്കും ഖാസിം എന്ന പൊന്നുമോൻ ലോകത്തോട് യാത്ര പറഞ്ഞു. മുലകുടി പോലും 2 വർഷം പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കാലഘട്ടങ്ങൾക്ക് ശേഷം നുബുവത്തൊക്കെ ലഭിച്ച ശേഷം ഒരിക്കൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹായുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പ്രിയതമേ ഖദീജ, എന്താ നീ കരയുന്നത്? യാ റസൂലല്ലാഹ്, ദറത്ത് ലുബൈന അൽ ഖാസിം ഫലൗ കാന ആശ ഹത്താ യസ്തക്മില റളാഅ ലഹവന അലയ്യ. എന്റെ പൊന്നുമോന്റെ വേറുപാടിന്റെ കാര്യം ഓർത്തപ്പോഴുള്ള മനസ്സിന്റെ വിഷമം, മുലകുടി പ്രായം പോലും
അവൻ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ ഒരു വിഷമമാണ് എന്റെ കണ്ണുനീർ ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നതെന്ന് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ ഫഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയുകയാണ് മഹദി അവറുകളോട്, ഖദീജ, ഇന്ന ലഹു മുർലിഅൻ ഫിൽ ജന്ന തസ്തക്മിലു റളഅതഹു. ഖദീജ, നമ്മുടെ പൊന്നുമോൻ മുലകുടി പ്രായം പൂർത്തീകരിക്കുന്നതിന് മുമ്പ്, സ്വന്തം കാലിൽ നടക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മെ വിട്ടുപിരിഞ്ഞ പൊന്നുമോൻ ഖാസിമിന് അല്ലാഹു സ്വർഗത്തിൽ മുലകുടിപ്പിക്കുവാനും മുലകുടി പൂർത്തീകരിക്കുവാനും അല്ലാഹു ചിലരെ നിശ്ചയിച്ചിട്ടുണ്ട് ഖദീജ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ ഇങ്ങനെ പറയുകയാണ്, ഇൻ ശിഅ്തി അസ്തമിഉക, ഞാൻ വേണമെങ്കിൽ നിനക്ക് അത് ഞാൻ വെളിപ്പെടുത്തി തരാം. അത് മാത്രമല്ല, ആ ഖാസിമിന്റെ ശബ്ദം വേണമെങ്കിൽ ഞാൻ, സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്ന ഖാസിമിന്റെ ശബ്ദം വേണമെങ്കിൽ ഞാൻ നിന്നെ കേൾപ്പിച്ചു തരാം. അവൻ സ്വർഗസ്ഥനാണ്. ഫഖാലത്ത്, ആ സമയത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ബൽ ഉസദ്ദിഖുല്ലാഹ വറസൂലഹു, വേണ്ട, എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എന്റെ പൊന്നുമോൻ ഖാസിമിന്റെ ശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുന്നത്, അതെന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി കേൾപ്പിക്കേണ്ട നബിയെ, ഞാൻ അവിടുത്തോരെയും അവിടുത്തെ അള്ളാഹുവിനെയും ഉറച്ചു വിശ്വസിച്ചവളാണ്. ഉസദ്ദിഖുല്ലാഹ വറസൂലഹു, ബീബി ഖദീജ റളിയല്ലാഹു അൻഹ. ആ ഖാസിമിന്റെ വേർപാടിന്റെ വിഷമത്തിൽ പലപ്പോഴും ഖദീജ റളിയല്ലാഹു അൻഹ കരയുമായിരുന്നു. അപ്പൊ കുഞ്ഞു പ്രായത്തിൽ തന്നെ ആദ്യത്തെ പൊന്നുമോൻ, ആദ്യത്തെ കൺമണിയെ അള്ളാഹു തിരിച്ചു വിളിച്ചുകൊണ്ടുപോയി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതൊക്കെ രീതിയിൽ പരീക്ഷിക്കപ്പെട്ടു എന്ന് ഒന്നുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് പിതാവിന്റെ വേർപാട്, 6 വയസ്സുള്ളപ്പോൾ മാതാവിന്റെ വേർപാട്, 8 അല്ലെങ്കിൽ 9 വയസ്സൊക്കെ പ്രായമെത്തിയപ്പോൾ, അല്ല ചില പണ്ഡിതർ അഭിപ്രായപ്പെടുന്നത് 12 വയസ്സെത്തിയപ്പോൾ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബിന്റെ വേർപാട്, പിന്നീട് അബൂ താലിബിന്റെ കരങ്ങളിൽ. സന്തോഷത്തിന്റെ ദിനങ്ങളായിരുന്നു. വിവാഹം കഴിഞ്ഞു, കച്ചവടം നല്ല രീതിയിൽ നടക്കുന്നു, അത്യാവശ്യം നല്ല സൗകര്യങ്ങളിലേക്ക് എത്തി. പക്ഷെ പടച്ചവൻ ആദ്യത്തെ കൺമണിയെ പിടിച്ചെടുത്തു കൊണ്ടുപോയി. വിഷമത്തിന്റെ മേൽ വിഷമങ്ങൾ ഒരുപാട്. വലിയ താമസമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പെൺകുട്ടിയെ നൽകുകയാണ്, സൈനബ്. അതാണ് രണ്ടാമത്തെ മോൾ. പെൺമക്കൾ 4 എണ്ണമാണ്. പെൺമക്കളിൽ മുതിർന്നത് സൈനബ്, പെൺമക്കളിൽ മുതിർന്നത് സൈനബാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പാണ് സൈനബിനെയും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പ്രസവിച്ചത്. അങ്ങനെ സൈനബ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് കിട്ടുന്നത് വിവാഹം കഴിഞ്ഞ് 5-ാം വർഷമാണ്. അഥവാ നബി തങ്ങൾക്ക് 30 വയസ്സുള്ളപ്പോഴാണ് സൈനബിനെ ലഭിച്ചത്. വളരെ പ്രതീക്ഷയോടെ വളർത്തി, സന്തോഷത്തോടെ, അൽഹംദുലില്ലാഹ്. പിന്നെ അള്ളാഹു അങ്ങോട്ട് അനുഗ്രഹിച്ചു. അതിനുശേഷം ഉമ്മു കുൽസൂം എന്ന മറ്റൊരു പെൺകുട്ടിയെ കൊടുത്തു. പിന്നെ അബ്ദുള്ള എന്ന ഒരു ആൺകുട്ടിയെ കൊടുത്തു. അബ്ദുള്ള എന്ന ആൺകുട്ടിക്ക് മറ്റൊരു പേരുണ്ട്, ത്വയ്യിബ് എന്നും ത്വാഹിർ എന്നും. പക്ഷെ അബ്ദുള്ള എന്ന ആ ആൺകുട്ടി 2 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. ചില പണ്ഡിത അഭിപ്രായമനുസരിച്ച് 7 വയസ്സ് വരെ 7 ദിവസം മാത്രമേ ജീവിച്ചിട്ടുള്ളൂ എന്ന് ചരിത്രം പറയുന്നു. അബ്ദുള്ള എന്ന ആ രണ്ടാമത്തെ ആൺകുട്ടിക്ക് അബ്ദുള്ള എന്ന് പേര് വെക്കുമ്പോൾ നമുക്ക് അതിലൂടെ മറ്റൊരു അറിവും കൂടി ലഭിക്കുന്നുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആൺമക്കളിൽ രണ്ടാമനായ കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേര് വെച്ചത് നബിതങ്ങളുടെ പിതാവ് അബ്ദുള്ള ആ മഹാനവറുകളുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടിയാണത്രേ കിതാബിൽ പറയുന്നു. നമ്മുടെ ഈ കാലഘട്ടങ്ങളിലും ചിലപ്പോൾ കാണാൻ സാധിക്കും, ചിലപ്പോൾ ദമ്പതികൾക്കൊരു ആൺകുട്ടി ജനിച്ചാൽ ആ കുട്ടിയുടെ പിതാവിന്റെ ഉപ്പാപ്പായുടെ പേര് കുഞ്ഞു മക്കൾക്കിടൽ നമ്മുടെ നാട്ടിൽ ചില കുടുംബങ്ങളിൽ ശീലമായിട്ടുണ്ട്. അത് ഉപ്പാപ്പായുടെ സ്മരണ നിലനിർത്തുക എന്ന ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിലും നബിതങ്ങളുടെ ഒരു സുന്നത്ത്, ഒരു നടപടിക്രമത്തെ നിയത്ത് ചെയ്താൽ അതും കൂടി അതിലൂടെ പ്രതിഫലം ലഭിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഏതൊരാൾക്കാണോ കുട്ടി ഉണ്ടാവുന്നത് ആ കുട്ടിക്ക്
ആ പിതാവിന്റെ ഉപ്പാപ്പയുടെ പേര് ഇടുക എന്നുള്ളത് നബിതങ്ങളുടെ ഒരു നടപടിക്രമമാണ്. അപ്പൊ പിതാവിന്റെ അബ്ദുള്ള എന്ന നാമം കുടുംബത്തിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ആൺമക്കളിൽ രണ്ടാമത്തെ മോന് അബ്ദുള്ള എന്ന് പേര് വെച്ചു. പക്ഷേ ആ കുട്ടിയും അധിക എത്തുന്നതിന് മുമ്പ് അള്ളാഹു റൂഹ് പിടിച്ചുകൊണ്ടുപോയി. അബ്ദുള്ള എന്ന കുട്ടി മരണപ്പെട്ടപ്പോൾ ആസിബിന് വായിലടക്കമുള്ള ഖുറൈശികളിൽ ചിലര് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കി. എങ്ങനെ കളിയാക്കിയെന്നോ, ഖദിൻഖതഅ വലദുഹു വഹുവ അബ്തർ, അനന്തരാവകാശികളില്ലാത്ത വാല് മുറിക്കപ്പെട്ടവനാണ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഖുറൈശികൾ കളിയാക്കി. സത്യമതത്തിന്റെ പ്രബോധനവുമായിട്ടാണല്ലോ നബിതങ്ങൾ നീങ്ങിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബിംബാരാധനയെ എതിർത്ത് ഉള്ള പ്രത്യയ ശാസ്ത്രവും കൊണ്ട് രംഗത്ത് വന്നപ്പോൾ സ്വാഭാവികമായി അവരെതിർത്തു. അതേവരെ അൽ അമീൻ എന്ന് വിളിച്ചുകൊണ്ട് നടന്ന അവർ നുബുവത്തിന്റെ അടയാളങ്ങളും വിഷയങ്ങളും പ്രത്യക്ഷപ്പെടുത്തിയപ്പോൾ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ ശത്രുക്കളായി മാറി. അപ്പോൾ അബ്ദുള്ള എന്ന കുട്ടി ജനിച്ചു. ആ അബ്ദുള്ള എന്ന കുട്ടി ജനിച്ചത് പ്രവാചകത്വത്തിന് മുമ്പാണെന്നും അല്ല അതിന് ശേഷമാണെന്നും ഒക്കെ അഭിപ്രായമുണ്ട്. ഏതാണെങ്കിലും പിന്നീട് ആസിബിന് വായിലടക്കമുള്ളവർ കളിയാക്കി, മുഹമ്മദ് വാല് മുറിക്കപ്പെട്ടവനാണ്, അബ്തറാണ്, അനന്തരാവകാശി ഇല്ലാത്തവനാണ്. അള്ളാഹു അതിന് അവർക്ക് വായടപ്പൻ മറുപടി കൊടുത്തു ഖുർആനിന്റെ വഹീന്റെ ദർശനത്തിലൂടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അഅതൈനാകൽ കൗസർ, ഹൗലുൽ കൗസർ നൽകപ്പെടുന്നതിനെ കുറിച്ചുള്ള നബിതങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണത്. ഫസ്വല്ലി ലിറബ്ബിക വൻഹർ, ഓ നബിയെ നിസ്കരിക്കുക, ബലിദാനം നടത്തുകയും ചെയ്യുക. ബലിപെരുന്നാളുമായിട്ട് ബന്ധപ്പെട്ട സന്തോഷത്തിന്റെ വേളയിലാണ് അത് ഇറക്കപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. ഇന്ന ശാനിഅക ഹുവൽ അബ്തർ, ഓ നബിയെ നിങ്ങളെ പരിഹസിച്ചവരുണ്ടല്ലോ, നിങ്ങളോട് വിദ്വേഷം വെച്ച് പുലർത്തുന്നവരുണ്ടല്ലോ, നിങ്ങളെ കളിയാക്കിയവരുണ്ടല്ലോ, അവരാണ് യഥാർത്ഥത്തിൽ അനന്തരാവകാശി ഇല്ലാത്ത വാലുമുറിക്കപ്പെട്ടവർ. പരിശുദ്ധ ഖുർആൻ ആസിബിന് വായിലിന്റെ പരിഹാസത്തിന് വായടപ്പൻ മറുപടി കൊടുത്തുകൊണ്ട് വഹീന്റെ ദിവ്യ സന്ദേശം നബിതങ്ങളിലേക്ക് അവതരിപ്പിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ ദിവ്യബോധനത്തിലൂടെ ഒരുപാട് സമാധാനം കിട്ടി. ഖുറൈശികളുടെ കളിയാക്കലിനെ തൊട്ടും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. പിന്നെ അള്ളാഹു കൊടുത്തു റുഖയ്യ എന്ന ഒരു പെൺകുട്ടിയെ. റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ നബിതങ്ങളുടെ 30ാമത്തെ വയസ്സിൽ ജനിച്ചു. നബിതങ്ങൾക്ക് 30 വയസ്സുള്ളപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹു നബിതങ്ങൾക്ക് 30 വയസ്സുള്ളപ്പോൾ ജനിച്ചു. പിന്നീട് ഒരു 3 വർഷക്കാലം കഴിഞ്ഞപ്പോൾ റുഖയ്യ എന്ന മറ്റൊരു പെൺകുട്ടിയെ കൂടി പടച്ചവൻ നൽകി. പിന്നെയും കാലം മുമ്പോട്ട് നീങ്ങിയപ്പോൾ 1 വർഷത്തിന് ശേഷം ഉമ്മു കുൽസൂം എന്ന് പറയുന്ന 3ാമതൊരു പെൺകുട്ടിയെയും ഖദീജ ബീബിയിലൂടെ തന്നെ പടച്ചവൻ നൽകി. പിന്നീട് നുബുവത്തിനൊക്കെ ശേഷം കുറെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ബീവി ഫാത്തിമ, കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹു നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പെൺമക്കളിൽ 4ാമത്തവളായി ജന്മമെടുത്തത്. റളിയല്ലാഹു അൻഹും വറളു അൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാവട്ടെ. അല്പം ചെറിയ വിശദീകരണം അതുമായി ബന്ധപ്പെട്ട് നൽകാം. നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഹിജറ ചെയ്ത് മദീനയിലേക്ക് വന്നത് ശേഷമാണ് അവസാനത്തെ കുട്ടി ഇബ്രാഹിം ജനിക്കുന്നത്. ഇബ്രാഹിം ഒഴികെ ബാക്കിയുള്ളവരൊക്കെ ഇബ്രാഹിമും അതേപോലെ ഫാത്തിമ ബീവിയും ഒഴികെ ബാക്കി എല്ലാവരും പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ ലഭിക്കപ്പെട്ടവരാണെന്നും അഭിപ്രായമുണ്ട്. ഇനി ഒരല്പം വിശദീകരിക്കാം. അപ്പൊ ആൺമക്കളെ ഒക്കെ പടച്ചവൻ അവരുടെ ചെറുപ്പത്തിൽ തന്നെ നബിതങ്ങളുടെ കൈപിടിയിൽ നിന്ന് പടച്ചവൻ തിരിച്ചു പിടിച്ചു കൊണ്ടുപോയി. എന്താ കാരണമെന്നോ, ആൺമക്കൾ വളർന്നു വരുമ്പോൾ അവർ സമൂഹത്തിന്റെ മുമ്പിൽ ഒരുപക്ഷെ പേരും പെരുമയും നടിച്ചേക്കാം. എന്റെ വാപ്പയാണ് ലോകത്തിന്റെ പ്രവാചകൻ, എന്റെ വാപ്പയാണ് സ്വർഗത്തിലെ ചക്രവർത്തി, എന്റെ വാപ്പയാണ് ലോകത്തെ പടയ്ക്കാൻ കാരണക്കാരൻ. ആൺതരികൾ ഒരുപക്ഷെ അങ്ങനത്തെ ചില സംസാരങ്ങൾ സംസാരിക്കുമെങ്കിൽ അത് പ്രവാചകത്വത്തിന്റെ പരിപൂർണതയ്ക്ക് ന്യൂനതയായിട്ട് ഭവിക്കുന്നത് കൊണ്ട്
പ്രവാചകന്റെ കുടുംബത്തിന്റെ ന്യൂനതയായിട്ട് വന്നു ഭവിക്കുന്നത് കൊണ്ട് അനന്തരാവകാശികളായ 3 ആൺമക്കളെയും പടച്ചവൻ ചെറുതിലെ തന്നെ പിടിച്ചുകൊണ്ടുപോയി. അവസാനമുണ്ടായ മദീനയിലേക്ക് ഹിജ്റ ചെയ്തു പോയതിനു ശേഷം മാരിയത്തുൽ ഖിബ്തിയ മഹദി അവറുകളിൽ നിന്ന് ജന്മമെടുത്തതാണ് ഇബ്രാഹിം എന്ന പൊന്നുമോൻ. ഇബ്രാഹിം എന്ന പൊന്നുമോൻ ഏകദേശം ചരിത്രം പറയുന്നു 1 വയസ്സും 6 മാസവും 8 ദിവസവും മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ആ ഇബ്രാഹിം എന്ന ആ മകൻ ഇബ്രാഹിം എന്ന് പേര് വെക്കാൻ കാരണം ഖുർആൻ പറഞ്ഞില്ലേ, മില്ലത അബീകും ഇബ്രാഹിം, ശരീഅത്ത് നിങ്ങളുടെ പിതാവ് ഇബ്രാഹിമി മില്ലത്ത്. ഇപ്പൊ നബിതങ്ങളുടെ ആ പ്രവാചകത്വത്തിന്റെ പാരമ്പര്യം ഉപ്പാപ്പ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ഉപ്പയായ ആ പിതാവിന്റെ താഴ്വരിയിലൂടെ വരുന്ന ഇബ്രാഹിം എന്ന പേര് പ്രിയപ്പെട്ട പൊന്നുമോന് വെച്ചു. അപ്പോ ആ മുതിർന്ന കാർന്നവന്മാരുടെ പേര് കൊച്ചുമക്കൾക്ക് വെക്കൽ ഒരു നല്ല നടപടിക്രമമായി നബിതങ്ങൾ നമുക്ക് മാതൃകയാക്കി തരുന്നു. ഇബ്രാഹിം എന്ന പേരും അതേപോലെ അബ്ദുള്ള എന്ന പേരും അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. ഇനി അല്പം മക്കളെ കുറിച്ച് ചെറുതായിട്ട് വിശദീകരിക്കാം. ആദ്യത്തെ പെൺകുട്ടി സൈനബ്. ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലെ തന്നെ മരണപ്പെട്ടു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കുക. അവരെ കുറിച്ചുള്ള ജീവിത ചരിത്രങ്ങളോ സാഹചര്യങ്ങളോ ഒരുപാടൊന്നും കിതാബുകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പെൺമക്കളിൽ മൂത്ത മോൾ സൈനബ് റളിയല്ലാഹു അൻഹു, നബിതങ്ങളുടെ 29ാമത്തെ വയസ്സ്, 29-30 പ്രായം നബിതങ്ങൾക്കുള്ളപ്പോഴാണ് ഉണ്ടായത്. അവർക്ക് സൈനബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം ചെയ്തത് അബുൽ ആസ് ബിൻ റബീഅയുടെ മകൻ അബുൽ ആസ് ആണ്. നബിതങ്ങൾ മദീനത്തേക്ക് ഹിജ്റ ചെയ്തു പോകുമ്പോൾ സൈനബും പോയി, ഭർത്താവ് മക്കയിലായി. പിന്നീട് മദീനയിലേക്ക് എത്തുകയും വിശ്വസിക്കുകയും കൂടിച്ചേരുകയും ചെയ്തു. പഴയ വിവാഹ ഉടമ്പടിയിലൂടെ തന്നെ അവർ ഒരുമിച്ച് ജീവിച്ചു എന്നും അല്ല, നബിതങ്ങൾ 2ാമത് മഹർ നിശ്ചയിച്ച് നിക്കാഹ് ചെയ്തു കൊടുത്തു എന്നുമൊക്കെ ചരിത്രത്തിൽ അഭിപ്രായ ഭിന്നതയോടെ മനസ്സിലാക്കാൻ സാധിക്കും. ഏതാണെങ്കിലും സൈനബ് റളിയല്ലാഹു അൻഹായുടെ ഭർത്താവ് അബുൽ ആസ് ഇബ്നു റബീഅ, ആ ദമ്പതികൾക്ക് പടച്ചവൻ 2 മക്കളെ നൽകി. ആ ഒരു മോന്റെ പേരാണ് അലി. അലി എന്ന് പറഞ്ഞാൽ നബിതങ്ങളുടെ മരുമകൻ അലി അല്ല കേട്ടോ, അലി ഇബ്നു അബുൽ ആസ്. ചെറുപ്പത്തിലെ തന്നെ ആ കുട്ടി മരണപ്പെട്ടു. അപ്പോ മകളുടെ ആൺകുട്ടിയെ പോലും പടച്ചവൻ ബാക്കി കൊടുത്തില്ല. പിന്നെ ഒരു പെൺമകൾ അവർക്കുണ്ടായിരുന്നു, ഉമാമത്ത് ബിൻത് അബുൽ ആസ്. ആ ഉമാമ റളിയല്ലാഹു അൻഹായെയാണ് അലി റളിയല്ലാഹു അൻഹു പ്രിയതമ ഫാത്തിമ വഫാത്തായതിനു ശേഷം പിന്നീട് നിക്കാഹ് ചെയ്തത് എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹു ഖബൂലാക്കുമാറാവട്ടെ. അങ്ങനെ 29-30 വയസ്സെത്തുന്നത് വരെ സൈനബ് റളിയല്ലാഹു അൻഹ ജീവിച്ചു. എന്നിട്ട് മഹദി അവർകൾ ലോകത്തോട് യാത്ര പറഞ്ഞു. നബി തങ്ങൾക്ക് വല്ലാത്ത വിഷമം സമ്മാനിച്ച ഒരു മരണമായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹായുടെ എന്ന് പറയുന്നു. ഇവിടെ മറ്റൊരു സംഭവം കൂടി അതിനോടനുബന്ധിച്ച് ചേർത്ത് പറയാം. വഖാല അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലമ്മാ മാതത് സൈനബു ബിൻത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൊന്നുമോള് സൈനബ മരണപ്പെടുന്നത് മദീനത്ത് വെച്ചാണ്. മരണപ്പെടുമ്പോൾ ജന്നത്തുൽ ബഖീഇലാണ് ഖബറടക്കിയത്. മസ്ജിദുൻ നബവിയോട് ചേർന്നുള്ള ഖബർസ്ഥാനുണ്ട്, പ്രശസ്തമായ ഖബർസ്ഥാൻ. വഴിയെ അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതുള്ളത് കൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. അവിടെയാണ് ഖബറടക്കിയത്. ഖബറടക്കുമ്പോൾ വഖഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഷഫീരിൽ ഖബ്രി. പൊന്നുമോൾ സൈനബിനെ ഖബറടക്കുമ്പോൾ ഖബറിന്റെ പരിസരത്ത് നബി തങ്ങളുണ്ട്. വഫാത്തിമത്തുൻ തബ്കീ, ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന സൈനബിന്റെ ഇളയ സഹോദരി നബി തങ്ങളുടെ കരളിന്റെ കഷ്ണം ഇത്താത്തയുടെ മരണത്തിന്റെ വേർപാടിൽ വല്ലാതെ കരയുന്നുണ്ട്. ഫജഅല യഅഖുദു സൗബഹു ഫയംസഹു ഐനൈഹാ. ഫാത്തിമ റളിയല്ലാഹു അൻഹ വസ്ത്രം ഇങ്ങനെ മുഖം മറച്ചു പിടിച്ചിട്ട് ഇരു കണ്ണുകളും ഇങ്ങനെ ഒഴുകുന്നുണ്ട്, കണ്ണുനീരിങ്ങനെ തുടച്ചു നീക്കുന്നുണ്ട്. ഫബകൈനൻ നിസാ, ചുറ്റും കൂടി നിന്ന സ്ത്രീകളൊക്കെ വല്ലാതെ വിളിച്ച് കരയാൻ തുടങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്തു ചെയ്തുവെന്നോ, ഫളറബുന്ന ഉമർ റളിയല്ലാഹു അൻഹു ബിസൗതിഹി, കയ്യിലുണ്ടായിരുന്ന ചാട്ട പോലെയുള്ള ഒരു സാധനം കൊണ്ട് ആ പെണ്ണുങ്ങളെയൊക്കെ അടിച്ചോടിക്കാൻ ശ്രമിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ ഉമർ ദഅഹുന്ന, അവരെ അങ്ങ് വിട്ടുകളഞ്ഞേക്ക്.
നീ അവരുടെ കാര്യങ്ങൾ, താങ്കൾ അവരുടെ കാര്യങ്ങൾ അങ്ങ് ശ്രദ്ധിക്കണ്ട, അവരെ മാറ്റി നിർത്തിയേക്ക്. ഫഇന്നൽ ഐന ദാമിഅത്തുൻ, ഇങ്ങനെ അതിന്റെ നീതികളെ ഒലിപ്പിക്കും. വന്നഫ്സു മുസാബത്തുൻ, ശരീരം അതിന്റെ മുസീബത്ത് അനുഭവിക്കും. ആ പെണ്ണുങ്ങൾ അങ്ങ് കരഞ്ഞോട്ടെ, കുഴപ്പമില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഫഇന്നഹു മാ യകും മിനൽ ഖൽബി വൽ ഐനി ഫമിനല്ലാഹ്. ഒരു വിശ്വാസിയുടെ കണ്ണിൽ നിന്ന് വേർപാടിന്റെ പേരിൽ ഒഴുകുന്ന കണ്ണുനീരുണ്ടല്ലോ, അതേപോലെ തന്നെ ഹൃദയത്തിൽ നിന്നുള്ള നൊമ്പരമുണ്ടല്ലോ, ഫമിനല്ലാഹ്, അത് അല്ലാഹുവിൽ നിന്നുള്ളതാണ്. വമാ യകും മിനൽ യദി വൽ ലിസാനി ഫമിനശ് ശൈത്താൻ. എങ്കിൽ കൈകൾ കൊണ്ടിങ്ങനെ ആർത്തു വിളിച്ചുകൊണ്ട്, അതേപോലെ നാവ് കൊണ്ടിങ്ങനെ അലമുറയിട്ട് അട്ടഹസിച്ചുകൊണ്ട് കരയുന്ന കരച്ചിൽ, മയ്യിത്തിന്റെ അടുക്കൽ നിന്ന് ഈ രീതിയിൽ പ്രകടിപ്പിച്ചുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ടും അലമുറയിട്ടുകൊണ്ടും അട്ടഹസിച്ചുകൊണ്ടും കരയുന്ന കരച്ചിൽ, ഫമിനശ് ശൈത്താൻ, അത് ശൈത്താന്റെ ഭാഗത്തു നിന്നുള്ളതാ. നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അതുകൊണ്ട് മയ്യത്ത്, നമ്മുടെ കുടുംബങ്ങളിൽ ആരെങ്കിലും വേണ്ടപ്പെട്ടവര് വേർപെട്ടാൽ, മരണപ്പെട്ടാൽ അലമുറയിട്ട് കരയാൻ പാടില്ല, അത് ശൈത്വാന്റെ സ്വഭാവമാണ്. അതേപോലെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ചില മതക്കാരങ്ങനെയുണ്ട്, ചില നാട്ടുകാരങ്ങനെയുണ്ട്. അതുകൊണ്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയതാണ്, കൈകൾ ആകാശത്തിലേക്ക് ഉയർത്തിയോ അതുകൊണ്ട് ഉന്നതമായ നിലയിൽ ആംഗ്യം കാണിച്ച് അട്ടഹസിച്ചുകൊണ്ട് മരണത്തിന്റെ വേർപാടിന്റെ പേരിൽ കരയാൻ പാടില്ല, അത് ശൈത്വാന്റെ ഭാഗത്തു നിന്നുള്ളതാണ്. നേരെ മറിച്ച് മനസ്സിന്റെ വേദനയും കണ്ണിന്റെ കണ്ണുനീരൊഴുകുന്നതും അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. മഹാനായ നബിയുന മുഹമ്മദ് മുസ്തഫ. നബിതങ്ങളുടെ 4 പെൺമക്കളിൽ രണ്ടാമത്തെ മകളാണ് റുഖയ്യ ബിൻത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളുടെ 33ാമത്തെ വയസ്സിലാണ് മഹദി അവർകൾ ജനിച്ചത്. അവർ വഫാത്താകുന്നതോ നബിതങ്ങളും സ്വഹാബത്തുകളും ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുമ്പോഴാണ് വഫാത്തായത്. റുഖയ്യയെ ആദ്യം വിവാഹം ചെയ്തത് ഉത്ബത്ത് ബിൻ അബീ ജഹൽ, നബിതങ്ങളുടെ പിതൃവ്യനായ അബൂ ജഹൽ ഉണ്ടല്ലോ, അബൂ ജഹലിന്റെ മകൻ ഉത്ബത്താണ്. അതിന് വിശുദ്ധമായ ഖുർആനിന്റെ വചനം അബൂലഹബുമായി ബന്ധപ്പെട്ട്, അബൂലഹബും കുടുംബവും ഭാര്യയും നരകത്തിലാണെന്ന് തബ്ബത് യദാ അബീ ലഹബ് എന്ന സൂറത്ത് അവതരിപ്പിച്ചപ്പോ അവിടെ ഉത്ബയെ കൊണ്ട് കുടുംബക്കാരെ നിർബന്ധിച്ച് റുഖയ്യയെ ത്വലാഖ് ചൊല്ലിപ്പിച്ചു. നബിതങ്ങളോടൊപ്പം റുഖയ്യ എന്ന പൊന്നുമോള് മദീനയിലേക്ക് ഹിജ്റ ചെയ്തു വന്നു. 3-ാം വർഷം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നിക്കാഹ് ചെയ്തു കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഹഫ്സ എന്നവരെ നിക്കാഹ് ചെയ്യാൻ ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ചോദിച്ചു, ഹഫ്സയെ നിങ്ങൾക്ക് നിക്കാഹ് ചെയ്തു തരട്ടെയോ? നബിതങ്ങളോട് കൂടി ആലോചിക്കട്ടെ എന്ന് പറഞ്ഞു. ആലോചിച്ചപ്പോൾ നബിതങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മറുപടി പറഞ്ഞത്, ഹഫ്സയേക്കാൾ പുണ്യവതിയായ ഒരു പെണ്ണിനെ ഞാൻ നിനക്ക് കണ്ടുവച്ചിട്ടുണ്ട്, എന്റെ മകൾ റുഖയ്യയാണ്. റുഖയ്യയെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ നിക്കാഹ് ചെയ്തു കൊടുത്തു. അവരിലൂടെ ഒരു കുട്ടി ഉണ്ടായി. റുഖയ്യ ഉസ്മാൻ ദമ്പതികളിലൂടെ റളിയല്ലാഹു അൻഹുമ ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടി 6 വയസ്സെത്തിയപ്പോൾ മരണപ്പെട്ടു അത്രേ. ആ കുട്ടിയുടെ പേര് അബ്ദുള്ള എന്നായിരുന്നു എന്ന് ചരിത്രം പറയുന്നു. സുബ്ഹാനല്ലാഹ്. ആദ്യം വിവാഹം ചെയ്ത ഉത്ബ, അബൂജഹലിന്റെ മകൻ ഉത്ബ, നിക്കാഹ് മാത്രം നടന്നിട്ടുള്ളൂ, വീട് കൂടിയിട്ടില്ല, ഒരുമിച്ച് താമസിച്ചിട്ടില്ല എന്നാണ് ചരിത്രം പറയുന്നത്. പിന്നീട് 3ാമത്തെ മകൾ ആരായിരുന്നു? 3ാമത്തെ മകൾ മഹാനായ മഹദി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്താര ഉതൈബത്ത് ബിൻ അബീ ലഹബ്, അബൂലഹബിന്റെ മകൻ ഉതൈബയായിരുന്നു. ഇതേപോലെ സൂറത്തു മസദ് തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ എന്ന സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അതിന്റെ വൈരാഗ്യത്തിൽ ഉതൈബ വന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, കഫർതു ബിദീനിക, നിങ്ങളുടെ ദീൻ കൊണ്ട് ഞാൻ അവിശ്വസിക്കുന്നു. വഫാറഖത് ഇബ്നതക, നിങ്ങളുടെ മകളെ ഞാൻ ഒഴിവാക്കുന്നു. വലാ തുഹിബ്ബനി വലാ ഉഹിബ്ബുക, നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണ്ട, നിങ്ങൾ എന്നെ സ്നേഹിക്കണ്ട, ഞാൻ നിങ്ങളെയും സ്നേഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വല്ലാത്ത വേദനയായി, തലാഖ് ചൊല്ലി. അത് അള്ളാഹുവിന്റെ വിധിപ്രകാരമാണല്ലോ. നബി തങ്ങൾ ക്ഷമിച്ചു. ഉമ്മു കുൽസൂമിനെയുമായിട്ട് നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോയി മദീനയിലേക്ക് എത്തി. ഹിജ്റ കഴിഞ്ഞ് 2-ാം വർഷം ബദർ യുദ്ധവേളയിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ
വിവാഹം കഴിച്ച ആദ്യ ഭാര്യ ഉണ്ടല്ലോ, റുഖയ്യ നബിതങ്ങളുടെ ആ മകൾ മരണപ്പെട്ടപ്പോൾ രണ്ടാമത്തെ മകളെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നിക്കാഹ് ചെയ്തു കൊടുത്തു. അതുകൊണ്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു വല്ലാത്ത പേരുണ്ട്, ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിന്റെ ഉടമ എന്ന്. നബിതങ്ങളുടെ നൂറ് അത് റുഖയ്യയിലൂടെയും അതേപോലെ ഉമ്മു കുൽസൂമിലൂടെയും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുന്നൂറൈൻ എന്ന ഒരു മഹത്തരമായ നാമകിരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് ചാർത്തിയിട്ടുണ്ട്. ഉതൈബ റളിയല്ലാഹു അൻഹു നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വല്ലാതെ ചീത്ത പറഞ്ഞു, ആക്ഷേപിച്ചു. എത്രത്തോളം അടുത്ത് വന്ന് നിങ്ങളുടെ മോളെ ഞാൻ ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞിട്ട് കമീസിൽ പിടിച്ച് വലിച്ചു കീറിയത്രേ. നബി തങ്ങൾ ക്ഷമിച്ചു, ക്ഷമയുടെ പര്യായമാണല്ലോ. പക്ഷെ അള്ളാഹുവിനോട് പറയേണ്ടത് പറഞ്ഞു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, നിന്റെ നാൽക്കാലികളിൽപ്പെട്ട, നിന്റെ പട്ടികളിൽപ്പെട്ട ഏതെങ്കിലും പട്ടികളെ കൊണ്ട് ഇവനെ നീ കൈകാര്യം ചെയ്യണം. അല്ലാഹുമ്മ സല്ലിത്ത് അലാ ഉതൈബ കൽബൻ മിൻ കിലാബിക. ഈ ചരിത്രം ഉത്ബയുമായി ബന്ധപ്പെട്ടാണ്, അല്ല ഉതൈബയുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് അഭിപ്രായം കിതാബിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഏതാണെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ വേദനിപ്പിച്ച മരുമകന്റെ പ്രവൃത്തി വല്ലാതെ വിഷമിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അല്ലാഹുമ്മ സല്ലിത്ത് അലാ ഉതൈബ കൽബൻ മിൻ കിലാബിക. അല്ലാഹുവേ, നീ അവനെ കൈകാര്യം ചെയ്യണം. കാലം വീണ്ടും മുമ്പോട്ട് പോയി. ഉതൈബ ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ട് എന്ത് വന്നാലും ഒരു ശിക്ഷാ നടപടി വരുമെന്നറിയാം. സെക്യൂരിറ്റികളെ ഏൽപ്പിച്ചു കൂടെ നിൽക്കാൻ. ഷാമിലേക്ക് കച്ചവടത്തിന് പോകുമ്പോ വഴിമധ്യേ തമ്പടിച്ച് താമസിക്കുമ്പോ രാത്രി ഉറങ്ങുകയായിരുന്നു. ചുറ്റോട് ചുറ്റും വേണ്ടപ്പെട്ട കൂട്ടുകാരും പട്ടാളക്കാരും കാവല് കിടന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സിംഹത്തെ കാട്ടിൽ നിന്ന് അവിടേക്ക് പറഞ്ഞയക്കുന്നു. സെക്യൂരിറ്റിയായി ചുറ്റും കിടന്നവരെയൊക്കെ മറികടന്നുകൊണ്ട് ഈ സിംഹം ഉതൈബയുടെ അടുക്കലെത്തി തല കടിച്ചു പറിച്ചു, ചിന്ന ഭിന്നമാക്കി കൊന്നുകളഞ്ഞു എന്ന് ചരിത്രം പറയുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉതൈബയ്ക്കെതിരെ ചെയ്ത ആ ദുആയുടെ ഫലമാണെന്ന് ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കും. ഏതവസ്ഥയിൽ അങ്ങേയറ്റം സുരക്ഷിതത്വം നൽകിക്കൊണ്ടായിരുന്നു അവർ ഷാമിലേക്ക് പോയത്. പക്ഷേ അള്ളാഹുവിന്റെ തീരുമാനത്തെ തടയാൻ ഒരു ശക്തിക്കും സാധ്യമല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്തു നബി തങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോൾ. ഇങ്ങനെയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താനങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട പറയേണ്ടത് ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. പറഞ്ഞാൽ 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 ഒരിക്കലും പൂർത്തീകരിക്കാൻ പറ്റാത്ത മഹദി അവറുകൾ ഫാത്തിമ. ഇൻഷാ അല്ലാഹ് ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കുറിച്ച് പിന്നീട് ഒരിക്കൽ കാര്യഗൗരവത്തോടെ സംസാരിക്കേണ്ടതുള്ളതുകൊണ്ടും നമ്മളിപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സംസാരത്തിലാണ് എന്നതുകൊണ്ടും ഇൻഷാ അല്ലാഹ് മക്കളുടെ വിഷയം ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ആകെ 7 മക്കൾ, അതിൽ 3 ആൺമക്കൾ ചെറുപ്പത്തിലെ അള്ളാഹു തിരിച്ചു വിളിച്ചു കൊണ്ടുപോയി. ബാക്കി 4 പെൺമക്കൾ. ആ 4 പെൺമക്കളിൽ സൈനബ് വിട പറഞ്ഞു, റുഖയ്യ വിട പറഞ്ഞു. റുഖയ്യ വിട പറഞ്ഞപ്പോൾ ഭർത്താവ് ഉസ്മാൻ ഉമ്മു കുൽസൂമിനെ നിക്കാഹ് ചെയ്തു കൊടുത്തു. പിന്നെ ഉണ്ടായിരുന്നത് ഫാത്തിമയായിരുന്നു. ഫാത്തിമ ബീവിയെ വിവാഹം ചെയ്യാൻ ഒരുപാട് പേര് ആലോചനയുമായിട്ട് വന്നു. നബി തങ്ങൾ മറുപടി കൊടുത്തില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, ഫാത്തിമയെ അലിയിന് നിക്കാഹ് ചെയ്തു കൊടുക്കണം. അങ്ങനെ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന കരടിന്റെ കഷ്ണത്തെ അലിയിൽ മുർത്തല്ല റളിയല്ലാഹു അൻഹുവിന് വിവാഹം ചെയ്തു കൊടുത്തു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേർപാടിന് ശേഷം നബി തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി നബി തങ്ങളിലേക്ക് ആഖിറത്തിലേക്ക് എത്തിച്ചേർന്നത് ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ ആണെന്ന് ചരിത്രം പറയുന്നു. ഇൻഷാ അല്ലാഹ് മഹദി അവരെ കുറിച്ച് പിന്നീട് പറയേണ്ടതുണ്ട്. പറഞ്ഞതും കേട്ടതും അനുസരിച്ച് മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നത്തെ സംസാരത്തിലൂടെ കേട്ട ഭാഗം ഒരിക്കലും വിവാഹം കഴിച്ചാൽ ഭാര്യമാരെയോ ഭാര്യമാരുടെ കുടുംബങ്ങളെയോ ഇടങ്ങേറാക്കാൻ പാടില്ല. അവരുടെ മനസ്സ് നൊന്ത് പടച്ചവനോടൊരു ദുആ ചെയ്താൽ മരുമക്കൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അതേപോലെ കാർന്നവന്മാരുടെ ഉപ്പാപ്പമാരുടെ പേരുകൾ ആൺമക്കൾക്ക്, ഉമ്മാമ്മമാരുടെ പേരുകൾ പെൺമക്കൾക്ക്, കുഞ്ഞുമക്കൾക്ക്, പേരമക്കൾക്ക് നാമകരണം ചെയ്യൽ ഒരു പുണ്യകരമായ രീതിയായിട്ട് നബിതങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്.
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിക്കുക, മക്കളെ പഠിക്കുക, ജീവിത ചരിത്രങ്ങൾ അറിയുക എന്നുള്ളത് പുണ്യമാക്കപ്പെട്ട ഇബാദത്താണ്. പറഞ്ഞതിലും കേട്ടതിലും അല്ലാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി അല്ലദീ അൻഅമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഈ ഉയർത്തിയ കരങ്ങളെ തട്ടിക്കളയല്ലേ അല്ലാഹ്. അല്ലാഹുവേ, ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ വിട്ട് പുറത്തു മാപ്പ് ചെയ്തു തരണേ അല്ലാഹ്. സ്വീകാര്യോഗ്യമായ ദുആകളിൽ ഞങ്ങളുടെ ദുആകളെ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഒരുപാട് വേദനിക്കുന്ന മനസ്സുകളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. കോവിഡ് പോസിറ്റീവായി ഇടങ്ങേറാവുന്ന പല കുടുംബങ്ങളിൽ നിന്നും ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഈമാനിക രീതിയിൽ ജീവിക്കാനും കലിമ പറഞ്ഞു മരിക്കാനുമുള്ള തൗഫീഖിന് വേണ്ടി ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ആരൊക്കെ എന്തൊക്കെ മനസ്സിൽ കരുതി ദുആ വസിയത്ത് ചെയ്തു. യൂട്യൂബിലൂടെ ഇത് കേട്ടിട്ട് കമന്റ് ബോക്സിൽ ദുആ വസിയത്ത് ചെയ്തവരുണ്ട്. പടച്ചവനെ, ആരെയും തട്ടിക്കളയുന്നില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ച എല്ലാ നന്മകളെ ഞങ്ങളും നിന്നോട് ചോദിക്കുന്നു. പുന്നാര നബി കാവല് തേടിയ എല്ലാ ശർറ് ബലാ മുസീബത്തുകളെ തൊട്ട് ഞങ്ങളും കാവല് തേടുന്നു. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على سيدنا محمد يا رب صل عليه وسلم.